ഓക്കെ, അപ്പൊ നമുക്ക് ലാഭവും നഷ്ടം പഠിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകുന്നത്? എവിടെയാണ് നമ്മൾ ഈ ലാഭത്തെയും നഷ്ടത്തെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്? എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഈ ലാഭവും ലാഭത്തിനെയും നഷ്ടത്തിനെയൊക്കെ പറ്റി നമുക്ക് പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? എവിടെയാണ്? യെസ്, സാധനം വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ എന്ന്. സാധനങ്ങൾ മാത്രമല്ല എന്ത് സാധനവും എന്തോ ആയിക്കോട്ടെ, സാധനങ്ങളോ സേവനങ്ങളോ, അല്ലെങ്കിൽ ഇതല്ലാതെ പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും പുതിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഷെയർ മാർക്കറ്റിന്റെ ഒരു കാലമാണ്. അപ്പൊ നമ്മൾ ഷെയറുകൾ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ വില കൂടുമ്പോൾ നമ്മൾ വിൽക്കുന്നു. അപ്പൊ ഇതുപോലെ ഇവിടെയൊക്കെ നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാട് എവിടൊക്കെ വരുന്നോ അവിടെ എല്ലാം എന്ത് വരും? അവിടെ എല്ലാം ലാഭവും നഷ്ടവും ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് എന്തിനെ പറ്റി സംസാരിക്കണം? ലാഭത്തെയും നഷ്ടത്തെ പറ്റി സംസാരിക്കേണ്ടി വരും. ചുരുക്കി ബിസിനസ് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ലാഭവും നഷ്ടവും വരും. അപ്പൊ എപ്പോഴാണ് ലാഭം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധനം ഞാൻ ഒരു നിശ്ചിത രൂപയ്ക്ക് വാങ്ങി അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് അത് വിൽക്കുകയാണെങ്കിൽ, ഒരു സാധനം ഒരു നിശ്ചിത തുകയ്ക്ക് വാങ്ങി അതിനേക്കാൾ കൂടിയ തുകയ്ക്ക് അത് ഞാൻ വിൽക്കുകയാണെങ്കിൽ, ആ കച്ചവടത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാം? ആ കച്ചവടത്തിൽ എനിക്ക് ലാഭം സംഭവിച്ചെന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി ഒരു സാധനം ഞാൻ വാങ്ങി അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വാങ്ങിയപ്പോൾ, എനിക്ക് ചെലവായ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് ഞാനത് വിൽക്കുന്നതെങ്കിൽ, അവിടെ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാം? അവിടെ എനിക്ക് നഷ്ടം സംഭവിച്ചെന്ന് പറയാം. ഇതാണ് ലാഭത്തിന്റെ നഷ്ടത്തിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് ഒരു സാധനം വിറ്റാൽ എനിക്ക് ലാഭവും, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു സാധനം ഞാൻ വിറ്റാൽ അവിടെ എനിക്ക് നഷ്ടവുമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇത് രണ്ടുമാണ് മെയിനായിട്ട് ലാഭവും നഷ്ടവും. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇവിടെ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? വാങ്ങിയ വില, പിന്നെ അങ്ങനെയാണെങ്കിൽ CP എന്ന് ഉപയോഗിക്കാം. കോസ്റ്റ് പ്രൈസ്, CP എന്ന ചുരുക്കപ്പേരിൽ ഞാൻ എഴുതുന്നു. പിന്നെ വിറ്റ വില അതിനെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP എന്ന ചുരുക്കപ്പേരിൽ എഴുതാം. അപ്പൊ വാങ്ങിയ വില, വിറ്റ വില. പിന്നെ പറഞ്ഞത് ലാഭം, അതിന് നമുക്ക് പ്രോഫിറ്റ് എന്ന് എഴുതാം. പിന്നീട് നഷ്ടം, അതിന് നമുക്ക് ലോസ് എന്ന് എഴുതാം. അപ്പൊ എന്തൊക്കെയാണ്? വാങ്ങിയ വില, വിറ്റ വില, ലാഭം, നഷ്ടം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലെ? വാങ്ങിയ വില, വിറ്റ വില, ലാഭം, നഷ്ടം. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലാഭ ശതമാനവും നഷ്ട ശതമാനവുമാണ്. ലാഭശതമാനം. അപ്പൊ എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ലാഭത്തിന്റെ ശതമാനം കണക്കാക്കുന്നത്? നമ്മളൊരു കച്ചവടത്തിൽ നമുക്ക് വാങ്ങിയ വിലയുമുണ്ട്, വിറ്റ വിലയുമുണ്ട്. ഒരു കച്ചവടത്തിൽ ഒരു സാധനം വാങ്ങിയ വിലയുമുണ്ട്, വിറ്റ വിലയുമുണ്ട്. ഇതിൽ എന്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ലാഭ ശതമാനം കണക്കാക്കുന്നത്? എന്തിനെ ബേസ് ചെയ്താണ്? അതായത് ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, 110 രൂപയ്ക്ക് ഞാനത് വിറ്റു. 100 രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങി 110 രൂപയ്ക്ക് ഞാനത് വിറ്റു. കച്ചവടത്തിൽ എനിക്ക് ലാഭമാണ്. എത്ര ശതമാനം ലാഭം? എത്ര ശതമാനം ലാഭമാണ്? 100 രൂപയ്ക്ക് ഞാനൊരു സാധനം വാങ്ങി 110 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് എത്ര ശതമാനം ലാഭമാണ്? 10% ലാഭം. 10% ലാഭം. എനിക്ക്
10% ലാഭമാണ്. ഈ 10% എവിടുന്ന് കിട്ടി? ഈ 10% എങ്ങനെ കിട്ടി? 100ന്റെ 10% ഈ 10, അല്ലെ? 100ന്റെ 10%, 10 അല്ലെ? അപ്പൊ നമ്മൾ ആ 100നെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഈ 10% എന്ന് പറഞ്ഞത്. അതായത് എപ്പോഴും ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത് ലാഭശതമാനം, നഷ്ടശതമാനം ഇവ കണക്കാക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഇപ്പൊ കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ ബേസിലാണ്, അല്ലെ? വാങ്ങിയ വില CP, വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ലാഭ ശതമാനം, നഷ്ട ശതമാനം ഇവ കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അപ്പൊ അതാണ്, ഇത്രയാണ് ഇതിന്റെ ബേസിക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? വാങ്ങിയ വില, വിറ്റ വില, ലാഭം, നഷ്ടം, ലാഭശതമാനം, നഷ്ടശതമാനം കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് എഴുതാം. ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ബൈ വാങ്ങിയ വില, ഇൻറ്റു 100. നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ബൈ വാങ്ങിയ വില, ഇൻറ്റു 100. ഇതിനാണ് മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം എന്ന് പറഞ്ഞാല് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണോ? എന്തൊക്കെ പഠിച്ചു? വാങ്ങിയ വില, വിറ്റ വില, ലാഭം, നഷ്ടം, പിന്നെ ലാഭശതമാനം, നഷ്ടശതമാനം. ഇതിന്റെ കണക്കാക്കുന്നത് ലാഭശതമാനം ഇസിക്കൽ ടു ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, നഷ്ടശതമാനം ഇസിക്കൽ ടു നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് അത് ബേസിക് ആയി പഠിക്കാനുള്ളത്. ഓക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. അത് ക്വസ്റ്റ്യൻ: 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം. ഇരുപത് രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം ശതമാനമാണ് 25%, അല്ലെ? എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ഈക്വൽ ടു ലാഭം എത്രയാണ്? 20 രൂപയ്ക്ക് ബുക്ക് 25 രൂപയ്ക്ക് വിറ്റു. 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? ലാഭം എന്ന് പറയുന്നത് 5 രൂപയാണ്, അല്ലെ? ലാഭം എന്ന് പറയുന്നത് 5 രൂപയാണ്. വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 20 ആണ്. 20 ഇൻറ്റു 100. അപ്പൊ 5/20 ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത്
നമുക്ക് 20ഉം 100ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. 5 ഗുണം 5 25. 25%. 25%. 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 25 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? 25%. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണ്ടല്ലോ, ആർക്കെങ്കിലും ഒന്നുകൂടി പറയാം? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. 50 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 40 വിറ്റാൽ നഷ്ട ശതമാനം. 50 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 40 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? 50 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 40 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? നഷ്ട ശതമാനം എത്ര? 50 രൂപയ്ക്ക് വാങ്ങിയ ബുക്ക് 40 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? യെസ്, എത്ര ശതമാനമാണ് നഷ്ടം? 20% അല്ലേ? 20% നഷ്ടം. 20% നഷ്ടം. ഉത്തരം ശരിയാണ്. എങ്ങനെ കിട്ടുന്നത്? നമുക്കറിയാം നഷ്ട ശതമാനം ലോസ് പെർസെന്റേജ്. ലോസ് പെർസെന്റേജ് ഇക്വൽ ടു ലോസ് സി പി ഇൻറ്റു 100 അല്ലെ? ലോസ് സി പി ഇൻറ്റു 100. ലോസ് നഷ്ടം എത്രയാണ്? നഷ്ടം 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് 40 രൂപയ്ക്കാണ് വിറ്റത്. 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് 40 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ നഷ്ടം 10 രൂപയാണ് നഷ്ടം. ബൈ സി പി എത്രയാണ്? സി പി വാങ്ങിയ വില 50 രൂപ. 50 രൂപ വാങ്ങിയ വില 50 രൂപ. അപ്പൊ ലാഭം ബൈ വാങ്ങിയ വില ആയിരിക്കും. നഷ്ടം ബൈ വാങ്ങിയ വില ആയിട്ട് 100. നഷ്ടം 10 രൂപ, വാങ്ങിയ വില 50 രൂപ. അപ്പൊ 10/50 ഇൻറ്റു 100. 2 വെട്ടിക്കളയാം, 2 കിട്ടും. 10 ഗുണം 2 20. 20%. ഉത്തരം കിട്ടി 20%. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒന്നും കൂടി പറയാം. അതായത് 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 40 രൂപയ്ക്ക് വിറ്റു എങ്കിൽ നഷ്ട ശതമാനം. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം 40 രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര? നഷ്ട ശതമാനം നമുക്കറിയാം. നഷ്ട ശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ട ശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്രയാണ്? രൂപ നഷ്ടം സംഭവിച്ചത്. 50 രൂപയ്ക്ക് വാങ്ങി 40 രൂപയ്ക്ക് വിറ്റു. 50 രൂപയ്ക്ക് വാങ്ങി 40 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്? 10 രൂപയാണ് നഷ്ടം സംഭവിച്ചത് അല്ലെ? 10 രൂപയാണ് നഷ്ടം സംഭവിച്ചത്. ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 50 രൂപ അല്ലെ? 50 രൂപയ്ക്കാണ് സാധനം വാങ്ങിയത്. അപ്പൊ വാങ്ങിയ വില 50 രൂപ. അപ്പൊ 10/50 ഇൻറ്റു 100. 10/50 ഇൻറ്റു 100. അതായത് 50 രൂപയ്ക്ക് വാങ്ങി, അപ്പൊ വാങ്ങിയ വില 50. എത്ര രൂപ നഷ്ടം സംഭവിച്ചു? 10 രൂപ നഷ്ടം സംഭവിച്ചു. അപ്പൊ നഷ്ടം ബൈ വാങ്ങിയ വില 10/50. ശതമാനമാക്കാൻ വേണ്ടിയിട്ട് ഗുണം 100. 100 കൊണ്ട് ഗുണിച്ചത് ശതമാനത്തിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നഷ്ട ശതമാനമാണ് വെച്ചിരിക്കുന്നത്. ശതമാനമാക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചു. ചെയ്യുമ്പോൾ കിട്ടും 50നെ 100നെ നമുക്ക് കിട്ടാം. കിട്ടുമ്പോൾ കിട്ടും 2 കിട്ടും അല്ലെ? കാരണം 50 100-നകത്ത് 50 2 തവണ. അപ്പൊ 2 കിട്ടി. 10 ഗുണം 2 എത്ര കിട്ടും? 20. ഓക്കെ ആയോ? ഓക്കെ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ.
360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? 360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? 360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? 360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? നഷ്ടം എത്ര ശതമാനം? 360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? 360 രൂപയ്ക്ക് വാങ്ങിയ കസേര 270 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? എത്ര ശതമാനം കിട്ടി? നഷ്ടം 25% അല്ലേ? നഷ്ടം 25%. 360 രൂപയ്ക്ക് കസേര വാങ്ങി 270 രൂപയ്ക്ക് വിറ്റു. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നഷ്ടമാണ് അല്ലേ? 360 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങി 270 രൂപയ്ക്ക് അത് വിറ്റാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് നഷ്ടത്തിനാണ് വിറ്റത്. എത്ര രൂപയാണ് നഷ്ടം വന്നത്? എത്ര രൂപയാണ് നഷ്ടം വന്നത്? യെസ്, എത്ര രൂപയാണ് നഷ്ടം വന്നത്? യെസ്, 90 രൂപയാണ് നഷ്ടം വന്നത് അല്ലേ? 90 രൂപ. 360 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് 270 വിറ്റത്. 90 രൂപയാണ് നഷ്ടം വന്നത് അല്ലേ? നഷ്ടം 90 രൂപ. നഷ്ടം എന്ന് പറയുന്നത് 360 മൈനസ് 360 270 കുറച്ചു 90 രൂപയാണ് നഷ്ടം. 360 രൂപയ്ക്ക് വാങ്ങി 270 രൂപയ്ക്ക് വിറ്റു. 90 രൂപയാണ് നഷ്ടം. ഇതിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 360 ആണ്. വിറ്റ വില 270. അത് വേണ്ട, നമുക്ക് വാങ്ങിയ വില മതി 360. ഇനി നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ നഷ്ട ശതമാനം ഇസ്ഇക്വൽ ടു നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ഡിവൈഡ് വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലെ? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ ലാഭ ശതമാനമായാലും നഷ്ട ശതമാനമായാലും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? വാങ്ങിയ വിലയുടെ ബേസിലാണ്. അപ്പൊ അടിയില് ഛേദത്തിൽ എപ്പോഴും വരേണ്ടത് വാങ്ങിയ വിലയാണ്. താഴെ എഴുതേണ്ടത് എപ്പോഴും വാങ്ങിയ വിലയാണ്. അടിയിൽ എഴുതേണ്ടത് ഭിന്നസംഖ്യയുടെ അടിയിൽ എഴുതേണ്ടത് എപ്പോഴും വാങ്ങിയ വിലയാണ്. ഓക്കെ, അപ്പൊ നഷ്ട ശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്ര രൂപയാണ്? നഷ്ടം 90 രൂപ. നഷ്ടം 90 രൂപ ഡിവൈഡ് ബൈ വാങ്ങിയ വില എത്ര രൂപയാണ്? വാങ്ങിയ വില 360 രൂപ. വാങ്ങിയ വില 360 രൂപ. അപ്പൊ 90 രൂപ നഷ്ടം, വാങ്ങിയ വില 360 രൂപ. അപ്പൊ 360 90 ഇൻറ്റു 100. എങ്ങനെ ചെയ്യുന്നത്? ഈ 90ന്റെ 0 360ന്റെ 0 വെട്ടിക്കളയാം. നമുക്ക് 9 36 കൂടെ വെട്ടാലോ അല്ലെ? 9 എത്ര തവണ അടങ്ങും? 9 ഒരു തവണ. 36 9 എത്ര തവണ? 36 9 4 തവണ. 36 4 തവണ. 4 9 36 ആണല്ലോ. 4 9 36. 36 9 4 തവണ. അപ്പൊ 90 360 കൂടെ വെട്ടിയപ്പോ നമുക്കൊരു 4 വന്നു. ഇനി നമുക്ക് 4 100 കൂടെ വെട്ടാം. 100 4 എത്ര തവണ വരും? 100 4 25 തവണ. 100 4 25 തവണ വരും.
അപ്പൊ ലാസ്റ്റ് ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 25%. വെട്ടിക്രിയ എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്താ എത്ര കിട്ടി? 25%. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഓക്കെ ആണല്ലോ എല്ലാവർക്കും? പറയണ്ട, ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ആർക്കെങ്കിലും? നമ്മുടെ രാജി നേരത്തെ ചോദിച്ചായിരുന്നു. രാജി ഇത് ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? രാജന്റെ പെങ്ങളുടെ പേരാണ്, അതുകൊണ്ട് രാജി എന്ന് പറയുന്ന പേര് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ രാജി ഓക്കെ ആണോ? രാജി യെസ്, ഓക്കെ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്തത്, ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ? ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ആ ഉൽപ്പന്നം 400 രൂപയ്ക്ക് വിറ്റാൽ, ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുമായിരുന്ന ലാഭം എത്രയാണോ അതുതന്നെയാണ് ആ ഉൽപ്പന്നം 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടം. എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? എങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? അതായത് 600 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന ലാഭവും 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. എങ്കിൽ വാങ്ങിയ വില എത്ര? ഒരു ഉൽപ്പന്നം 600 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന ലാഭം 400 രൂപയ്ക്ക് വിറ്റാൽ ഉണ്ടാകുമായിരുന്ന നഷ്ടവും തുല്യമാണ്. എങ്കിൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? അതായത് ഞാൻ 600 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും തന്നെ ആയിരിക്കും. അതേ ലാഭം, അതേ പൈസ, അതേ രൂപ തന്നെയാണ് ഞാൻ 400 രൂപയ്ക്ക് വിറ്റാൽ എനിക്കുണ്ടാവുന്ന നഷ്ടം. അതായത് ഒരു സാധനം 600 രൂപയ്ക്ക് വിറ്റാൽ ലാഭവും 400 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടവുമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വില എത്രയാന്ന് പറയാം. വാങ്ങിയ വില എത്ര? 600 രൂപയ്ക്ക് വിറ്റാൽ ലാഭം
400 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം. ഒരു സാധനം 600 രൂപയ്ക്ക് വിറ്റാൽ ലാഭം, 400 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം. ആർക്കും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ലേ? ഇതുവരെ ആർക്കും കിട്ടിയില്ലേ? ഒരു എസ്എമ്മിന് മാത്രമേ കിട്ടിയുള്ളൂ. ഉത്തരം 500 ഉത്തരം 500. അതായത് നിങ്ങൾ 600 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭമാണ്, 400 ആണെങ്കിൽ നഷ്ടമാണ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കുമോ അല്ലയോ? 600 രൂപയ്ക്ക് വിറ്റാൽ ലാഭം, 400 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം. അപ്പൊ ഈ സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഈ 600-നും 400-നും ഇടയിൽ ആയിരിക്കത്തില്ലേ? അല്ലേ? അതായത് നിങ്ങൾക്കിത് നമുക്ക് ആലോചിക്കാം. അതല്ലാതെ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഇവിടെ ലാഭവും നഷ്ടവും തുല്യമാണെന്നല്ലേ പറഞ്ഞത്, ഇല്ലേ? ലാഭവും നഷ്ടവും തുല്യമാണെന്നല്ലേ പറഞ്ഞേ? ലാഭം ഈക്വൽ ടു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലാഭം ഈക്വൽ ടു നഷ്ടം എന്നല്ലേ, അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലാഭം ഈക്വൽ ടു നഷ്ടം എന്നല്ലേ? 600 രൂപയ്ക്ക് വിറ്റാലുള്ള ലാഭവും 400 രൂപയ്ക്ക് വിറ്റാനുള്ള നഷ്ടവും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും തുല്യമാണെന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലാഭവും നഷ്ടവും തുല്യമാണെന്നാണ്. ആ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞ നിങ്ങൾ കമന്റ് ചെയ്യണേ, കാരണം അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യനില് ലാഭവും നഷ്ടവും തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു കാര്യത്തില്? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ലാഭം എന്ന് പറഞ്ഞാൽ പിന്നെ വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതാണ് ലാഭം. നഷ്ടം എന്ന് പറഞ്ഞാല് വാങ്ങിയ വില മൈനസ് വിറ്റ വില, അല്ലേ? സംശയമില്ലല്ലോ. ലാഭം എന്ന് പറഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില, നഷ്ടം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വിലയാണ്. ഇനി വിറ്റ വില നമുക്കറിയാം, ലാഭം സംഭവിച്ചപ്പോൾ വിറ്റ വില 600 രൂപയാണ്, 600 രൂപ. മൈനസ് വാങ്ങിയ വില അറിയത്തില്ല, വാങ്ങിയ വില നമ്മൾ സി പി എന്ന് എഴുതി. ഈക്വൽ ടു ഇവിടെ വാങ്ങിയ വില അറിയത്തില്ല, CP എഴുതി. വിറ്റ വില അറിയാം എത്ര രൂപ, നഷ്ടം സംഭവിച്ചപ്പോൾ വിറ്റ വില 400 ആണ്. 400 നമ്മൾ ഇങ്ങനെ എഴുതി. ചെയ്യാം, നമുക്ക് ഈ മൈനസ് CP അപ്പുറം കൊണ്ടുപോകാം. മൈനസ് CP അപ്പുറത്ത് കൊണ്ടുപോകാം. മൈനസ് CP അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും?
മൈനസ് സി പി അങ്ങ് അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ 600 ഇങ്ങനെ എഴുതി, ഈ മൈനസ് 400 ഇപ്പുറം വരുമ്പോ പ്ലസ് 400 ആയി. അതുപോലെ ഇവിടെ ഒരു സി പി ഉണ്ടായിരുന്നു, ഈ മൈനസ് സി പി അപ്പുറം പോയി കഴിഞ്ഞാൽ പ്ലസ് സി പി എന്നാവും ആവും. അപ്പൊ സി പിയും സി പി എത്ര സി പി? 2 സി പി എന്നായി അല്ലെ? 2 സി പി എന്നായി. അതായത് 2 സി പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സി പി എന്ന് പറഞ്ഞാൽ 600 400 1000. 2 സി പി എന്ന് പറഞ്ഞാൽ 1000. അതിൽ സി പി എന്ന് പറയുകയാണ് 1000 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 1000 ഡിവൈഡഡ് എത്രയാണ്? 1000 ബൈ 2 500. അപ്പൊ സി പി എത്ര കിട്ടി നമുക്ക്? സി പി 500 കിട്ടി. മനസ്സിലായോ? സി പി നമുക്ക് 500 കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ എന്തുവാ ചെയ്തത്? 600 400 കൂടെ കൂട്ടിയിട്ട് 600 400 കൂടെ കൂട്ടി 1000 കിട്ടും. അതിന്റെ പകുതി എടുക്കുകയല്ലേ ചെയ്തത് അല്ലെ? 600 400 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുകയല്ലേ ചെയ്തത് അല്ലെ? അതിന്റെ പകുതി ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇതുപോലൊരു ക്വസ്റ്റ്യൻ എപ്പോ ചോദിച്ചാലും ഇത്രയും ചെയ്യാൻ നിൽക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ 2 വിലകളും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിന്നാൽ ഈ വിലകൾ 600 400 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 400 1000 1000 ബൈ 2 ഈക്വൽ ടു 500. 500 വാങ്ങിയ വില. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു സാധനം വിറ്റപ്പോൾ എന്ന ലാഭം മറ്റൊരു വിലക്ക് വിറ്റപ്പോൾ ഉണ്ടായിരുന്ന ലാഭവും തുല്യമാണെങ്കിൽ അതിന്റെ വാങ്ങിയ വില കാണുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തരുന്ന ആ 2 വിലകളും കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. മനസ്സിലായോ? ആർക്കും സംശയമില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ? ആർക്കും കൂടെ പറയണ്ടല്ലോ? കാര്യം മനസ്സിലായോ? അതൊന്നുകൂടി പറയണോ? പെട്ടെന്ന് കമന്റ് ചെയ്യണേ. കമന്റ് ഇടുന്ന കുറച്ച് വേഗത്തിൽ. യെസ്, മനസ്സിലായി. യെസ്, ഓക്കെ. ശരി, ഓക്കെ ആണ്. യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? $960 രൂപയ്ക്ക് ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ അതിന്റെ വാങ്ങിയ വില എത്ര? 960 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര?
920 രൂപയ്ക്ക് ഉൽപ്പന്നം വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ വാങ്ങിയ വില എത്ര? യെസ്, 800 രൂപ അല്ലെ? യെസ്, 800 രൂപ. 960 രൂപയ്ക്ക് ഉൽപ്പന്നം കൂടെ 20% ലാഭം കിട്ടിയാൽ അതിന്റെ വാങ്ങിയ വില എത്ര? 800 രൂപ. ഉത്തരം ശരി, 800 രൂപ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് പുതിയ മെത്തേഡ് പഠിപ്പിക്കുക. യൂണിറ്ററി മെത്തേഡ് എന്നാണ് അതിന്റെ പേര്. യൂണിറ്ററി മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. യൂണിറ്ററി മെത്തേഡ് എന്നാണ് അതിന്റെ പേര്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു മെത്തേഡിൽ എപ്പോഴും നമ്മുടെ വാങ്ങിയ വില എപ്പോഴും ഞാൻ തന്നെ ചിലപ്പം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഈ എപ്പോഴും നമ്മുടെ വാങ്ങിയ വില എപ്പോഴും എത്രയായിരിക്കും? നമ്മുടെ വാങ്ങിയ വില എപ്പോഴും എത്രയായിരിക്കും? നമ്മുടെ വാങ്ങിയ വില, യെസ്, നമ്മുടെ വാങ്ങിയ വില എപ്പോഴും എത്രയായിരിക്കും? നമ്മുടെ വാങ്ങിയ വില എപ്പോഴും 100 ആയിരിക്കും. നമ്മുടെ വാങ്ങിയ വില, അതായത് നമ്മുടെ കൺസെപ്റ്റിൽ, നമ്മുടെ ഒരു രീതിയില്, നമ്മുടെ ഒരു കണക്ക് സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ഇനി മാറി തിരിഞ്ഞു പല രീതിയിൽ ചോദിക്കുക, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 100 ആയിരിക്കും. നമ്മുടെ വാങ്ങിയ വില എപ്പോഴും 100 ആയിരിക്കും. നമ്മുടെ വാങ്ങിയ വില നമ്മൾ 100 എടുക്കാൻ കാരണം, ശതമാന കണക്ക് പറയുമ്പോൾ എപ്പോഴും 100 എടുത്തു കഴിഞ്ഞാൽ 20% ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറയാതെ? 20% ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറയാം? യെസ്, 100ന്റെ കൂടെ 20 കൂട്ടിയിട്ട് 120 എന്ന് പറയാം. 30% ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറയാം? 130 എന്ന് പറയാം. 50% ലാഭം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 150 എന്ന് പറയാം. അപ്പൊ എത്ര ശതമാനം പറഞ്ഞാലും 100 അതും കൂടെ കൂട്ടി അങ്ങ് പറഞ്ഞാൽ മതി. കാരണം 100 ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി നഷ്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വാങ്ങിയ വില എപ്പോഴും 100 ആണ്. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 100ന്ന് 10 കുറച്ചിട്ട് 90 നമ്മുടെ വിറ്റ വില. 20% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 100ന്ന് 20 കുറച്ചിട്ട് 80 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. 30% നഷ്ടത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞാൽ 100ന്ന് 30 കുറച്ചിട്ട് 70 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ എപ്പോഴും ഈ 100 രൂപ വാങ്ങിയ വിലയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പറയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വാങ്ങിയ വില 100 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, 960 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്രയാണ്? നമ്മുടെ വില 20% ലാഭം കിട്ടിയത് നമ്മുടെ വില 120 അല്ലെ? നമ്മുടെ വില 120. ശരി, അതിന് പകരം അതിന്റെ നേരെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യഥാർത്ഥ വില എത്ര? നമ്മുടെ വിലയാണ്, നമ്മുടെ വിറ്റ വിലയാണ് 120. ശരിക്കുമുള്ള വിറ്റ വില എത്ര? നമ്മുടെ വിറ്റ വിലയാണ് 120 രൂപ. 20% ലാഭത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റ വിലയാണ് 120 രൂപ. ശരിക്കും വിറ്റ വില എത്ര രൂപയാണ്? 960 രൂപ. ശരിക്കും വിറ്റത് 960 രൂപ. ശരിക്കുമുള്ള വിറ്റ വില 960 രൂപ. നമ്മുടെ വിറ്റ വില 120 രൂപ. ശരിക്കുമുള്ള വിറ്റ വില 960 രൂപ. ഇത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാങ്ങിയ വില ചോദിക്കുന്നത്. അപ്പൊ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ വാങ്ങിയ വില എത്രയാണ്? നമ്മുടെ വാങ്ങിയ വില 100 ആണ്. അതിന്റെ നേരെ എന്തറിയത്തില്ല? നമ്മുടെ വാങ്ങിയ വില 100 ആണ്, എന്തറിയത്തില്ല? ശരിക്കുമുള്ള വാങ്ങിയ വില അറിയത്തില്ല. അപ്പൊ നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. എക്സ് ആയിട്ട് കൊടുത്തു. ഇതുവരെ ഓക്കെ ആണോ? ഇത് ആദ്യമായിട്ട് കാണുന്നവർ കാണാം, ആദ്യമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണോ? ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി ചെയ്യേണ്ട കാര്യമാണൊന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്രോസ് ചെയ്യുമ്പോൾ 120 ഗുണം എക്സ്, 120 ഗുണം എക്സ് ഈക്വൽ ടു 960 ഗുണം 100. 960 ഗുണം 100 എഴുതുക. എന്നിട്ട് അതിൽ എക്സ് ഇക്വൽ ടു 960 ഗുണം 100 ഡിവൈഡ് ബൈ, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 120 അപ്പുറം കൊണ്ടായിരിക്കുക, ഡിവൈഡ് ബൈ 100. ഇങ്ങനെ എഴുതുക. ചെയ്യാം നമുക്ക്. 0 വെട്ടിക്കളയാം. പിന്നെ 12 96 വെട്ടിക്കഴിഞ്ഞാൽ 8 വരും.
8 എന്ന് പറഞ്ഞാൽ 80 80 ഗുണം 10 800. അപ്പൊ എത്ര കിട്ടി? നമുക്ക് കിട്ടി വിറ്റ വില എത്ര കിട്ടി? സോറി, വാങ്ങിയ വില നമുക്ക് കിട്ടി 200 രൂപ. മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. 1500 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 40% നഷ്ടം വന്നു. സൈക്കിളിന്റെ വാങ്ങിയ വില 1500 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 40% നഷ്ടം വന്നു. സൈക്കിളിന്റെ വാങ്ങിയ വില. രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ 40% നഷ്ടം വന്നു. സൈക്കിളിന്റെ വാങ്ങിയ വില എത്ര? 1000 രൂപയ്ക്ക് വിറ്റപ്പോൾ 40% നഷ്ടം വന്നു. സൈക്കിളിന്റെ വാങ്ങിയ വില എത്ര? സൈക്കിളിന്റെ വാങ്ങിയ വില എത്രയാണ്? യെസ്, 2500 അല്ലെ? 2500. യെസ്, 2500. ചെയ്യൂ. കിട്ടാത്തവരോട് ചെയ്യൂ. ബാക്കിയുള്ളവരോട് ചെയ്യൂ. ആയിരത്തി അഞ്ഞൂറ്. 2500. അപ്പൊ യെസ്, ചെയ്യാം. 40% നഷ്ടം. 40% നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ സംഖ്യ ഏതാണ്? നമ്മുടെ നമ്പർ ഏതാണ്? 40% നഷ്ടം എന്ന് പറഞ്ഞാൽ 40% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഏതാണ്? യെസ്, നമ്മുടെ സംഖ്യ 60 ആണ്. 40% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഖ്യ 60 ആണ്. 100ൽ നിന്ന് 40 കുറച്ചിട്ട് 60 നമ്മളത്. 40. ശരിക്കും എത്രയാണ്? 40% നഷ്ടത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ ശരിക്കും വിറ്റ് എത്ര രൂപയ്ക്കാണ്? നമ്മുടെ കൺസെപ്റ്റിലാണ് 60 രൂപ. ശരിക്കും എത്രയാണത്? ശരിക്കും എത്ര രൂപയ്ക്കാ വിറ്റത്? നമ്മുടെ കൺസെപ്റ്റിൽ വിറ്റത് 60 രൂപയ്ക്കാ. ശരിക്കും വിറ്റത് എത്ര രൂപയ്ക്കാ? ശരിക്കും വിറ്റത് നമ്മുടെ കൺസെപ്റ്റിൽ വിറ്റത് 60 രൂപയ്ക്ക്. ശരിക്കും യഥാർത്ഥത്തിൽ വിറ്റത് എത്ര രൂപ? യഥാർത്ഥത്തിൽ വിറ്റത് പറഞ്ഞോ, 1500 അല്ലേ? അങ്ങനല്ലേ? 1500 രൂപയ്ക്ക് നമ്മുടെ കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ 40% നഷ്ടം എന്ന് പറയാം. നമ്മുടെ വാങ്ങിയ വില 100 ആണ്. നമ്മുടെ വാങ്ങിയ വില 100 ആണ്. അതിൽ 40% നഷ്ടത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാ? 60 രൂപയ്ക്കാണ്. അത് നമ്മുടെ കൺസെപ്റ്റ്. ഇനി യഥാർത്ഥത്തിൽ വിറ്റത് എത്ര രൂപയ്ക്കാണ്? യഥാർത്ഥത്തിൽ വിറ്റത് 1500 രൂപയ്ക്ക്. അപ്പൊ നമ്മുടെ 60 ശരിക്കും അവരുടെ ഏതാണ്? 1500 ആണ്. ഇത് നമ്മുടെ വില. ഇത് നമ്മുടെ വില. ഇത് നമ്മുടെ വില. ഇത് യഥാർത്ഥ വില. യഥാർത്ഥ വില. നമ്മുടെ വില 60 ആണ്. യഥാർത്ഥത്തിൽ എത്രയാണ്? 1500 ആണ്. ഇനി വാങ്ങിയ വില എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാങ്ങിയ വില എത്ര? നമ്മുടെ വാങ്ങിയ വില 100. നമ്മുടെ വാങ്ങിയ 100. യഥാർത്ഥത്തിലെ വാങ്ങിയ വില അറിയത്തില്ല. യഥാർത്ഥത്തിലെ വാങ്ങിയ വില അറിയാത്തതുകൊണ്ട് എക്സ് എന്നും പറഞ്ഞു. മനസ്സിലായോ? യഥാർത്ഥത്തിലെ വാങ്ങിയ വില അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയാം. 40% നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റ വില 60 ആണ്. യഥാർത്ഥത്തിലെ വിറ്റ വില 1500 ആണ്. അപ്പൊ 60 അതിന് പകരം എത്ര? 1500.
നീ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മുടെ 100 അതാ വാങ്ങിയ വില, അതിന് പകരം എത്ര വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60 ഗുണം എക്സ് 60 ഗുണം എക്സ് 60 ഗുണം എക്സ് ഈക്വൽ ടു 1500 ഗുണം 100. 60 ഗുണം എക്സ് ഈക്വൽ ടു 1500 ആണെന്ന്. അതിൽ എക്സ് ഈക്വൽ ടു 1500 ഗുണം 100 ഡിവൈഡഡ് ബൈ 60. 1500 ഗുണം 100 ഡിവൈഡഡ് ബൈ 60. 1500 ഗുണം 100 ഡിവൈഡ് ബൈ 60. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്യാം. നമുക്ക് 10 6 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 വരും. 2 കൊണ്ട് കിട്ടുമ്പോ ഇവിടെ 5 വരും. 6നെ 2 കൊണ്ട് കഴിച്ചാൽ 3 വരും. 15 3 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പൊ 500 വരും. 500 ഗുണം 5 2500. അപ്പം ശരിക്കുള്ള യഥാർത്ഥത്തില് വാങ്ങിയ വില നമുക്ക് കിട്ടിയ എത്രയാ? 2500 രൂപ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ് ഓക്കെ ആണ്. യെസ് ഓക്കെ ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്തത് ഓക്കെ ആണെങ്കിൽ അടുത്തത് 20 പേനകളുടെ വാങ്ങിയ വില. 20 പേനകളുടെ വാങ്ങിയ വില. 20 പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ 20 പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? 20 പേനകൾ വാങ്ങി 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? ഇരുപത് പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? ഇരുപത് പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? 20 പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? ഇരുപത് പേനകളുടെ വാങ്ങിയ വില 25 പേനകളുടെ തുല്യമായാൽ നഷ്ടം എത്ര ശതമാനം? കിട്ടിയോ? 20% കിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയ വില നമ്മൾ എങ്ങനെയായിരുന്നു, ഏത് ചുരുക്ക രൂപത്തിലായിരുന്നു സൂചിപ്പിച്ചത്? വാങ്ങിയ വില എങ്ങനെയായിരുന്നു നമ്മൾ ചുരുക്കി സൂചിപ്പിച്ചത്? വാങ്ങിയ വില CP. വാങ്ങിയ വില നമ്മൾ CP എന്ന് പറഞ്ഞാണ് സൂചിപ്പിച്ചത്. വിറ്റ വില നമ്മൾ എങ്ങനെ സൂചിപ്പിച്ചത്? വിറ്റ വില SP. വിറ്റ വില നമ്മൾ SP എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചത്. അപ്പം വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ CP, വിറ്റ വില സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP. അപ്പൊ 20 പേനകളുടെ വാങ്ങിയ വില അതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 20 പേനകളുടെ വാങ്ങിയ വില എന്നുള്ളതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 20 പേനകളുടെ വാങ്ങിയ വില എന്നുള്ളതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 20 പേനകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 20 CP. 20 പേനകളുടെ പറഞ്ഞാൽ 20 CP. ഇനി 25 പേനകളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 25 പേനകളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 25 പേനകളുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 25 SP അല്ലെ? അപ്പൊ 25 SP. അപ്പൊ അത് രണ്ട് തുല്യമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 20 CP 20 പേനയുടെ വാങ്ങിയ വില,
25 SP, 25 പേനയുടെ വിറ്റ വില. ഇത് രണ്ട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 20 CP യും 20 CP ഈക്വൽ ടു 25 SP. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. 20 CP ഈക്വൽ ടു 25 SP. നമ്മൾ CP ബൈ SP കണ്ടുപിടിക്കുക. CP ബൈ SP തിരിച്ച് എന്ത് SP ബൈ CP ആണെങ്കിൽ കണ്ടുപിടിക്കാം. CP ബൈ SP കണ്ടുപിടിക്കുക. CP ബൈ SP കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് 20 അപ്പുറത്തോട്ട് കൊണ്ടു. അപ്പൊ എന്ത് കിട്ടും? 25/20 കിട്ടും അല്ലെ? 25/20 കിട്ടും. 20 അപ്പുറത്തോട്ട് പോയപ്പോൾ 25 ഇവിടെ ഉണ്ടായിരുന്നു. 20 അങ്ങോട്ട് പോയപ്പോൾ ഗുണിച്ചിരിക്കുകയായിരുന്നു. അപ്പുറത്ത് കൊണ്ടേ ഹരിച്ചു. അപ്പൊ 25/20 കിട്ടി. ഇനി നമുക്കറിയാം 25/20 എത്ര കിട്ടി? 25/20 നമുക്ക് ചെറുതാക്കാം. വെട്ടി ചെറുതാക്കുമ്പോൾ 5 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ ഇവിടെ 5 വരും. ഇവിടെ കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ 4 വരും. അപ്പൊ എന്ത് വരും? നമുക്ക് 5/4 വരും അല്ലെ? 5/4 വരും. CP ബൈ SP നമുക്ക് കിട്ടി 5/4. CP ബൈ SP 5/4. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം CP എത്രയാണ്? CP നമുക്ക് എത്രയായിട്ട് എടുക്കാം? CP നമുക്ക് എത്രയായിട്ട് എടുക്കാം? CP നമുക്ക് എത്രയായിട്ട് എടുക്കാം? യെസ്, CP നമുക്ക് എത്ര? CP ആണ്. CP 5 ആയിട്ട് എടുക്കാം. SP നമുക്ക് എത്രയായിട്ട് എടുക്കാം? SP എത്രയായിട്ട് എടുക്കാം? SP നമുക്ക് 4 ആയിട്ട് എടുക്കാം. നോക്കിയേ, CP നമുക്ക് CPയുടെ നേരെ 5 ആണ്, SPയുടെ നേരെ 4 ആണ്. CP നമുക്ക് 5 ആയിട്ട് കൊടുക്കാം, SP നമുക്ക് 4 ആയിട്ട് കൊടുക്കാം. മനസ്സിലായോ? SP 4 ആയിട്ട് കൊടുക്കാം. എത്ര രൂപയാണ് നഷ്ടം? എത്രയാണ് നഷ്ടം? നഷ്ടം എത്രയാണ്? നഷ്ടം എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 5 രൂപ, സെല്ലിംഗ് പ്രൈസ് 4 രൂപ. വാങ്ങിയ വില 5 രൂപ, വിറ്റ വില 4 രൂപ. എത്ര രൂപയാണ് നഷ്ടം? 1 രൂപ അല്ലേ? നഷ്ടം 1 നഷ്ടം. 1% ഈസ് ഈക്വൽ ടു നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്രയാണ്? നഷ്ടം 1 രൂപ. വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 5 രൂപ. വാങ്ങിയ വില CP 5 രൂപ. 1/5 to 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 100 5 വെട്ടി എത്ര കിട്ടും? 20%. 100ഉം 5ഉം കൂടെ വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 20%. മനസ്സിലായോ? ആർക്കെങ്കിലും ഇതൊന്നുകൂടി പറയണോ? ഒന്നും കൂടി പറയാം. നമ്മള് 20 പേനകളുടെ വാങ്ങിയ വില 25 പേന വിറ്റ വിലയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 പേനകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില CP ആണ്. അപ്പൊ 20 CP. വിറ്റ വില SP ആണ്. അപ്പൊ 25 SP. അപ്പൊ 20 CP ഈക്വൽ ടു 20 SP എന്ന് എഴുതി. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഈ CPയും SP എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു. CP ഇവിടെ ഉണ്ടായിരുന്നു, SP ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഡിവൈഡഡ് ബൈ S എന്നാണ്. ഇനി അപ്പുറത്ത് 25 ഉണ്ടായിരുന്നു, ഇവിടുന്ന് 20 അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഡിവൈഡഡ് ബൈ 20 എന്നായി. 25/20 എന്ന് കിട്ടി. നമ്മളിതിനെ 5 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ 25-നകത്ത് 5 തവണ വരും. അപ്പൊ 5 25. 20-നകത്ത് 5 4 തവണ. അപ്പൊ 5/4 എന്ന് നമുക്ക് കിട്ടി. ഈ 5/4 എന്ന് പറഞ്ഞാൽ CP ബൈ SP ആണ് 5/4. അതായത് CP എന്ന് പറയുന്നത് 5ആണ്, CP എന്ന് പറയുന്നത് 5ആണ്, SP എന്ന് പറയുന്നത് 4ആണ്. C എന്ന് പറയുന്നത് 5ആണ്, SP എന്ന് പറയുന്നത് 4ആണ്. മനസ്സിലായോ? CP എന്ന് പറയുന്നത് 5ആണ്, SP എന്ന് പറയുന്നത് 4ആണ്. അപ്പൊ CP 5, SP 4. അപ്പൊ CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില 5, വില 4. മനസ്സിലായോ? CP എന്ന് പറഞ്ഞാല് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില 5 കിട്ടി. SP വിറ്റ വിലയാണ്. വിറ്റ വില എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ വാങ്ങിയ വില 5, വിറ്റ വില 4. അപ്പൊ തന്നെ നമുക്കറിയാം അല്ലേ? വാങ്ങിയ വില 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4 രൂപയ്ക്ക് വിറ്റാൽ നമുക്കറിയാം എന്താണ് നഷ്ടമാണ് സംഭവിച്ചത്. എത്ര രൂപ നഷ്ടം? 1 രൂപ നഷ്ടം അല്ലേ? 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് 4 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1 രൂപ നഷ്ടം. അപ്പൊ വാങ്ങിയ വില 5, വിറ്റ വില 4, 1 രൂപ നഷ്ടം. അപ്പൊ നമുക്കറിയാം നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. നഷ്ടം എത്രയാണ്? നഷ്ടം 1 രൂപ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 5 രൂപ. അപ്പൊ 1/5 ഇൻറ്റു 100. അതെത്ര കിട്ടും? വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടും 20%. മനസ്സിലായോ?
മനസ്സിലായെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. 12 പേനകളുടെ വാങ്ങിയ വില, 12 പേനകളുടെ വാങ്ങിയ വില, 12 പേനകൾ വാങ്ങിയ വില, 12 പേനകളുടെ വാങ്ങിയ വില 9 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ, 12 പേനകളുടെ വാങ്ങിയ വില 9 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ, 12 പേനകളുടെ വാങ്ങിയ വില 9 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം, 9 പേനകളുടെ വിലയ്ക്ക് തുല്യമായ ലാഭ ശതമാനം എത്ര? 12 പേനകളുടെ വാങ്ങിയ വില 9 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭ ശതമാനം. ഉത്തരം 33/3 ഉത്തരം 33/3. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഉത്തരം 33/3. 33/3 കിട്ടിയില്ലെങ്കിൽ മാത്രം എന്നോട് പറയുക, ഞാൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. 33/3. തൽക്കാലം അത്രയും നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.